ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 6-ാം ദിവസം കർത്താവിൽ ആശ്രയിക്കുക. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 12, 13 അധ്യായങ്ങളും ജോബിൻ്റെ 1-2 അധ്യായങ്ങളും സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളുമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അബ്രാഹത്തിൻ്റെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയും ദൈവാശ്രയത്തിൻ്റെ കുറവ് മൂലമുണ്ടായ അനുബന്ധ സംഭവങ്ങളും ഈ 6-ാം ദിവസത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ജോബിൻ്റെ ജീവിതത്തിലെ സാത്താൻ്റെ പരീക്ഷണങ്ങളും ജോബിൻ്റെ പ്രതികരണങ്ങളുടെ തുടക്കവും നമുക്ക് ഇന്നത്തെ ദിവസത്തെ വചനങ്ങളിലൂടെ ശ്രവിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം. അബ്രാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തു നിന്നും സഹചര്യൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ ശ്രേഷ്ഠമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് തന്നോട് പറഞ്ഞതനുസരിച്ച് അബ്രാഹാം പോയി. ലോത്തും അവനോടൊപ്പം പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും തങ്ങൾ നേടിയ മുഴുവൻ സമ്പത്തും ഹാരാൻ ദേശത്ത് തങ്ങൾ സംഘടിപ്പിച്ച ആളുകളെയും കൂടെ കൂട്ടി. അനന്തരം കാനാൻ ദേശത്തേക്ക് പോകാൻ അവർ യാത്രയായി. അങ്ങനെ അവർ കാനാൻ ദേശത്ത് വന്നു ചേർന്നു. അബ്രാം ആ നാട്ടിലൂടെ സഞ്ചരിച്ച് ഷെക്കേം പ്രദേശം വരെ മൊറയിലെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് ആ ദേശത്തുണ്ടായിരുന്നത് കാനാൻകാരാണ്. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലയിലേക്ക് നീങ്ങി. ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി കൂടാരമടിച്ചു. അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിത് അവൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ പടിപടിയായി യാത്ര ചെയ്തു. അബ്രാം ഈജിപ്തിൽ. ആ നാട്ടിലൊരു ക്ഷാമമുണ്ടായി. അവിടെ കടുത്ത ക്ഷാമമായിരുന്നതിനാൽ അബ്രാം തത്കാലവാസത്തിന് ഈജിപ്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഈജിപ്തിനെ സമീപിച്ച് അതിൽ പ്രവേശിക്കാറായപ്പോൾ അവൻ ഭാര്യ സാറായിയോട് പറഞ്ഞു, ഇതാ നീ കാണാൻ അഴകുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം. ഈജിപ്തുകാർ നിന്നെ കാണുന്ന മാത്രയിൽ ഇവൾ അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എന്നെ കൊന്നിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കും. നീ മൂലം എനിക്ക് നല്ലത് സംഭവിക്കേണ്ടതിന് നീ എൻ്റെ സഹോദരിയാണെന്ന് തന്നെ പറയണം. അങ്ങനെ നീ മൂലം എൻ്റെ പ്രാണൻ നിലനിൽക്കും. അബ്രാം ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ ഈജിപ്തുകാർ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. കാരണം അവൾ അതീവ സുന്ദരിയായിരുന്നു. ഫറവോയുടെ പ്രഭുക്കന്മാർ അവളെ കാണുകയും അവളെക്കുറിച്ച് ഫറവോയോട് വർണ്ണിച്ചു പറയുകയും ചെയ്തു. ആ സ്ത്രീ ഫറവോയുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. അയാൾ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അങ്ങനെ അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും പരിചാരികമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ലഭിച്ചു.
പക്ഷേ കർത്താവ് അബ്രാമിൻ്റെ ഭാര്യ സാറായിയെ പ്രതി ഫറവോയെയും കുടുംബത്തെയും മഹാബാധകളാൽ പ്രഹരിച്ചു. ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? അവൾ നിൻ്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കത്തക്ക വിധം നീ എന്തിനാണ് അവൾ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞത്? ഇപ്പോൾ ഇതാ നിൻ്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ അവനെക്കുറിച്ച് ആളുകൾക്ക് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവന് സ്വന്തമായുണ്ടായിരുന്ന സകലത്തോടും കൂടി പറഞ്ഞുവിട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം. അബ്രാം തിരികെ ബഥേലിൽ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് കയറിപ്പോയി. ലോത്തും അവനോടുകൂടെ ഉണ്ടായിരുന്നു. കന്നുകാലികൾ, വെള്ളി, സ്വർണം എന്നിവയാൽ അബ്രാം ഏറെ സമ്പന്നനായിരുന്നു. അവൻ നെഗമിൽ നിന്ന് യാത്ര ചെയ്ത് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് മുമ്പ് തൻ്റെ കൂടാരമുണ്ടായിരുന്നതും മുമ്പ് ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും എത്തിച്ചേർന്നു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രാമും ലോത്തും വഴിപിരിയുന്നു. അബ്രാമിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവരുടെ കാലിസമ്പത്ത് ഏറെയായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുക എന്നത് അസാധ്യമായി തീർന്നു. മാത്രമല്ല, അബ്രാമിൻ്റെ കാലിമേയ്ക്കുന്നവരും ലോത്തിൻ്റെ കാലിമേയ്ക്കുന്നവരും തമ്മിൽ കലഹവുമുണ്ടായി. അക്കാലത്ത് കാനാന്യരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, ഞാനും നീയും തമ്മിലും എൻ്റെ ഇടയന്മാരും നിൻ്റെ ഇടയന്മാരും തമ്മിലും ഒരിക്കലും കലഹമുണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലില്ലേ? നിനക്ക് എന്നെ വിട്ടുപോകാം. നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ലോത്ത് കണ്ണുകളുയർത്തി ജോർദാൻ സമതലം അപ്പാടെ കണ്ടു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് മുഴുവൻ കർത്താവിൻ്റെ തോട്ടം പോലെയും ഈജിപ്ത് ദേശം പോലെയും നീരോട്ടമുള്ള പ്രദേശമായിരുന്നു. അത് സോവാറിലേക്കുള്ള ദിശയിലാണ്. ജോർദാൻ സമതലം മുതൽ മുഴുവൻ ലോത്ത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിൽ പാർത്തു. അങ്ങനെ അവൻ തുടരെ കൂടാരമടിച്ച് സോദോം വരെ എത്തി. സോദോമിലെ ആളുകൾ കർത്താവിൻ്റെ മുമ്പിൽ കൊടിയ ദുഷ്ടരും പാപികളുമായിരുന്നു. ലോത്ത് അവനിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുകളുയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. എന്തെന്നാൽ നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കുമായി ഞാൻ നൽകും. നിൻ്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൂഴി പോലെയാക്കും. ഭൂമിയിലെ പൂഴി ആർക്കെങ്കിലും എണ്ണാനാവുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. എഴുന്നേറ്റ് ദേശത്തിന് നെടുകയും കുറുകയും ഉലാത്തുക, അത് ഞാൻ നിനക്ക് തരുന്നു. അബ്രാം കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം ചെന്ന് താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. ജോബിൻ്റെ സമ്പൂർണ്ണ ദൈവവിധേയത്വം. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്നകന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളുമായിരുന്നു അവൻ്റെ മൃഗസമ്പത്ത്. വളരെയേറെ സേവകരും അവനുണ്ടായിരുന്നു. അവനായിരുന്നു പൗരസ്ത്യ ദേശത്തുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയവൻ. അവൻ്റെ പുത്രന്മാർ നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിനെ ക്ഷണിച്ചു വരുത്തുകയും പതിവായിരുന്നു. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മക്കൾ ഒരുപക്ഷെ പാപം ചെയ്യുകയോ അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ ദുഷിക്കുകയോ ചെയ്തിരിക്കാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് അവരെല്ലാവരുടെയും എണ്ണമനുസരിച്ച് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ ദിനങ്ങളിലെല്ലാം ജോബ് ഇങ്ങനെ ചെയ്തു പോന്നു. കർത്തൃസന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു.
സാത്താനും അവരോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ കർത്താവിനോട് മറുപടിയായി പറഞ്ഞു, ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നു. കർത്താവ് അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ നിൻ്റെ മനസ്സ് പതിഞ്ഞോ? തീർച്ചയായും അവനെപ്പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായി ഭൂമുഖത്ത് മറ്റാരുമില്ല. സാത്താൻ കർത്താവിനോട് പ്രത്യുത്തരിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിട്ടില്ലേ? അവൻ്റെ കരവേലയെ അങ്ങ് അനുഗ്രഹിച്ചു. അവൻ്റെ കന്നുകാലികൾ ദേശത്ത് വ്യാപിച്ചു. എന്നാൽ അങ്ങ് കൈനീട്ടി അവനുള്ള സകലത്തിന്മേലും ഒന്ന് തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങയെ നിശ്ചയമായും ദുഷിക്കും. കർത്താവ് സാത്താനോട് പറഞ്ഞു, ഇതാ അവനുള്ളതെല്ലാം നിൻ്റെ കയ്യിലാണ്, പക്ഷേ നീ അവനെതിരെ കൈനീട്ടരുതെന്ന് മാത്രം. അപ്പോൾ സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ഒരു ദിവസം ജോബിൻ്റെ പുത്രീപുത്രന്മാർ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയുമായിരുന്നു. അപ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, കാളകൾ ഒഴുകുകയായിരുന്നു, കഴുതകൾ സമീപത്ത് മേയുകയായിരുന്നു. അപ്പോൾ ഷേബാക്കാർ ചാടി വീണ് അവയെ അപഹരിക്കുകയും ഭൃത്യരെ വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കുകയും ചെയ്തു. നിന്നോട് വിവരം പറയുവാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു, ദൈവാഗ്നി ആകാശത്തു നിന്ന് നിബദിച്ച് ആടുകളുടെയും ഭൃത്യന്മാരുടെയും മേൽ ജ്വലിച്ച് അവരെ വിഴുങ്ങിക്കളഞ്ഞു. നിന്നോട് വിവരം പറയുവാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു, കൽദായർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളുടെ മേൽ ചാടി വീണ് അവയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ഭൃത്യരെ വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കുകയും ചെയ്തു. നിന്നോട് വിവരം പറയുവാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു, നിന്റെ പുത്രീപുത്രന്മാർ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയുമായിരുന്നു. പെട്ടെന്നതാ മരുഭൂമിക്കപ്പുറത്ത് നിന്ന് ഒരു കൊടുങ്കാറ്റ് വീശി അത് വീടിൻ്റെ 4 മൂലകളിലും അടിച്ചു. അത് വേലക്കാരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി. നിന്നോട് വിവരം പറയുവാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ജോബ് എഴുന്നേറ്റ് തൻ്റെ അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്ത് നിലത്ത് വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, നഗ്നനായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു, നഗ്നനായി തന്നെ ഞാൻ അവിടേക്ക് പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അധ്യായം 2. കർത്തൃസന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു. സാത്താനും കർത്തൃസന്നിധിയിൽ ഹാജരാകാനായി അവരോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നു എന്ന് സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു. കർത്താവ് അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ നിൻ്റെ മനസ്സ് പതിഞ്ഞോ? തീർച്ചയായും അവനെപ്പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായി ഭൂമുഖത്ത് മറ്റാരുമില്ല. അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ അവനെതിരെ തിരിച്ചെങ്കിലും അവൻ്റെ നിഷ്കളങ്കതയിൽ അവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം. ഒരാൾ സ്വജീവന് വേണ്ടി തനിക്കുള്ളതെന്തും കൊടുക്കും. അങ്ങ് കൈനീട്ടി അവൻ്റെ അസ്ഥിയിലും അവൻ്റെ മാംസത്തിലും ഒന്ന് തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങയെ നിശ്ചയമായും ദുഷിക്കും. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവൻ ഇതാ നിൻ്റെ കൈകളിലാണ്, പക്ഷേ അവൻ്റെ ജീവൻ സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പോൾ സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിനെ അടി മുതൽ മുടി വരെ കടുത്ത പരുക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചു. അപ്പോൾ അവൻ സ്വയം ചൊറിയാനായി ഒരു ഓട്ടുകഷ്ണം എടുത്തു. അവൻ ചാരത്തിൽ കിടന്നു. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, ഇനിയും നീ നിൻ്റെ നിഷ്കളങ്കതയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ദുഷിച്ചിട്ട് മരിക്കുക. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, വിഡ്ഢികളായ സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ നമുക്ക് തിന്മയും സ്വീകരിക്കാൻ പാടില്ലെന്നോ? ഇവയിലൊന്നിലും ജോബ് തൻ്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല. 3 സ്നേഹിതന്മാർ.
ജോബിൻ്റെ 3 സ്നേഹിതന്മാർ തേന്മാൻകാരനായ എലിഫാസ്, ഷുവക്കാരൻ ബിൽദദ്, നാമാക്കാരൻ സോഫാർ എന്നിവർ അവന് സംഭവിച്ച ഈ അനർത്ഥങ്ങളെക്കുറിച്ചെല്ലാം കേട്ടു. അവനോട് സഹതാപം കാണിക്കുവാനും അവനെ ആശ്വസിപ്പിക്കാനുമായി അവർ ഒന്നിച്ച് തീരുമാനിച്ച് താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തി. അവർ ദൂരെ വെച്ച് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവനെ തിരിച്ചറിയാനായില്ല. അവർ ഉറക്കെ കരഞ്ഞു. ഓരോരുത്തനും തൻ്റെ വസ്ത്രം കീറി ശിരസിനു മീതെ ആകാശത്തേക്ക് പൂഴി വാരി വിതറി. അവൻ്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് അവനോട് ഒരക്ഷരവും ഉരിയാടാതെ അവർ 7 ദിനരാത്രങ്ങൾ അവനോടൊപ്പം നിലത്തിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനവും ശിക്ഷയും ഗ്രഹിക്കാനും ഉൾക്കാഴ്ചയുടെ ചൊല്ലുകൾ ഉൾക്കൊള്ളാനും ബൗദ്ധിക ശിക്ഷണമായ നീതി, ന്യായം, പരമാർത്ഥത എന്നിവ സ്വീകരിക്കാനും സരളർക്ക് കൗശലവും യുവാക്കൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഇവ. ജ്ഞാനി കേട്ട് വിദ്യ വർദ്ധിപ്പിക്കട്ടെ, ധിഷണാശാലി വൈദഗ്ധ്യങ്ങൾ സമ്പാദിക്കട്ടെ. പഴമൊഴി, സരസോക്തി, ജ്ഞാനികളുടെ മൊഴികൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ. കർത്തൃഭയമാണ് അറിവിൻ്റെ ആരംഭം. വിഡ്ഢികൾ ജ്ഞാനത്തെയും ശിക്ഷണത്തെയും പുച്ഛിക്കുന്നു.